Hi guys, let us have a thought experiment. Just close your eyes and imagine a world without friction. എന്ത് ബുദ്ധിമുട്ടായിരിക്കും അല്ലേ ഫ്രിക്ഷൻ ഇല്ലാത്തൊരു ലോകത്തെക്കുറിച്ച് ആലോചിക്കാൻ. ഐ കനോട്ട് ജസ്റ്റ് സ്റ്റാൻഡ് ഇൻ ഫ്രണ്ട് ഓഫ് യു. ഈവൻ എനിക്ക് പെൻ ഹോൾഡ് ചെയ്യാൻ പറ്റില്ല, നിങ്ങൾക്ക് ഒരു സാധനം ഗ്രിപ്പ് ചെയ്യാൻ പറ്റില്ല. വി കനോട്ട് മൂവ് ഓർ മൂവ്മെൻറ്റിൽ ഇരിക്കുന്ന ഒരു ഒബ്ജക്റ്റിനെ വി കനോട്ട് സ്റ്റോപ്പ്. സോ ലിറ്ററലി ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു ഇമാജിൻ സംതിങ്. ഇമാജിൻ എ വേൾഡ് വിത്തൗട്ട് ഫ്രിക്ഷൻ. So in this today's session, we will discuss more about friction, disadvantages and advantages. We will discuss about today's classes. Okay. So welcome to Manorama Horizon and welcome to grade 8 CBSE classes. So ഈ ഒരു സിറ്റുവേഷനിലൂടെ നമ്മളെല്ലാവരും പലപ്പോഴും കടന്നു പോയിട്ടുണ്ടായിരിക്കും. നോട്ട് ജസ്റ്റ് ഇൻ ബാത്റൂം ബട്ട് ഇൻ സം അതർ പ്ലേസസ്, മേ ബി ഇൻ ഹോൾ, മേ ബി ഇൻ കിച്ചൺ, എവിടെ വേണമെങ്കിലും നമ്മൾ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്തിട്ടുണ്ടായിരിക്കും. അതായത് നിലത്തോ അല്ലെങ്കിൽ ഫ്ലോറിൽ എന്തെങ്കിലും ടൈപ്പ് ഓഫ് വെറ്റ് സർഫേസ് അല്ലെങ്കിൽ ഓയിലോ എന്തെങ്കിലും വീണിട്ട് വി മൈറ്റ് ഹാവ് സ്ലിപ്പ് ദാറ്റ്. സോ വാട്ട് ഈസ് ദ റീസൺ ബിഹൈൻഡ് ഇറ്റ്? സോ എന്തുകൊണ്ടാണ് നമ്മൾ അവിടെ സ്ലിപ്പായിട്ടുള്ളത്? ഇൻ ദാറ്റ് സിറ്റുവേഷൻ ഫ്രിക്ഷൻ ഈസ് ലെസ്. സോ നമുക്ക് എന്താണ് ഫ്രിക്ഷൻ എന്നുള്ളൊരു പ്രതിഭാസം നമുക്ക് നോക്കി നോക്കാം. സോ വാട്ട് ഈസ് ഫ്രിക്ഷൻ? സോ ഹിയർ യു ക്യാൻ സീ ഒരു ബോയ് ഈസ് ആക്ച്വലി പുഷിങ് എ ടേബിൾ അല്ലേ. സോ നമ്മൾ പുഷിങ് ഫോഴ്സ് ഈസ് അപ്ലൈങ് എ ഫോഴ്സ് ടു ആൻ ഒബ്ജക്ട് സോ ദാറ്റ് ദ ടേബിൾ ഈസ് മൂവിങ് അവേ ഫ്രം ഹിം. സോ ഇവിടെ ആക്ച്വലി ആ ബോയ് അപ്ലൈ ചെയ്യുന്ന എന്താണ്? ഒരു പുഷിങ് ഫോഴ്സ് ആണ്. സോ നമ്മൾ ആക്ച്വലി പ്രീവിയസ് ക്ലാസ്സിൽ നമ്മൾ പുഷിങ് ഫോഴ്സ്, അതായത് ടൈപ്സ് ഓഫ് ഫോഴ്സിനെ കുറിച്ച് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾ ആ ക്ലാസ്സസ് ആരും കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ യു ക്യാൻ ആക്ച്വലി വാച്ച് ദ ക്ലാസ്സസ് ഇൻ ദ ഡിസ്ക്രിപ്ഷൻ ഗിവൺ ബിലോ. സോ കമ്മിങ് ബാക്ക് ടു ഫ്രിക്ഷൻ, ഇവിടെ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഹീസ് ട്രൈങ് ടു പുഷ് ദ ടേബിൾ എവേ ഫ്രം ഹിസ് ബോഡി. സോ മോഷൻ, ഡയറക്ഷൻ ഓഫ് മോഷൻ എന്ന് പറയുന്നത് എവേ ഫ്രം ഹിസ് ബോഡിയാണ്. സോ ദർ ഈസ് സംതിങ്, അതായത് നമുക്ക് ഒരു ഒബ്ജക്റ്റിന് നമ്മൾ പുഷ് ചെയ്യുമ്പോൾ ദർ വിൽ ബി എ റെസിസ്റ്റൻസ് ടു ദാറ്റ് മോഷൻ. അതായത് എന്തൊരു ടൈപ്പ് ഓഫ് മോഷൻ ഉണ്ടെങ്കിലും ആ ഒരു ടൈപ്പ് ഓഫ് മോഷനെ റെസിസ്റ്റ് ചെയ്യുന്ന ഒരു ഫോഴ്സ് ഉണ്ടാവും വിച്ച് ഈസ് ആക്ടിങ് ഓപ്പോസിറ്റ് ടു ദ ഡയറക്ഷൻ ഓഫ് മോഷൻ. അപ്പോൾ ഇവിടെ നോക്കിയാൽ ബോഡീൻ്റെ മൂവ്മെൻറ്റ്, അതായത് ഈ ടേബിളിൻ്റെ മോഷൻ എന്ന് പറയുന്നത് ടുവേർഡ്സ് ദാറ്റ് സൈഡാണ്. സോ ദർ ഈസ് എ ഫോഴ്സ് വിച്ച് ഈസ് ട്രൈയിങ് ടു റെസിസ്റ്റ്. ഈ ഒരു മോഷനെ തടയാൻ ശ്രമിക്കുന്ന ഒരു ഫോഴ്സ് ഉണ്ട് വിച്ച് ഈസ് ആക്ടിങ് ഓപ്പോസിറ്റ് ടു ദ ഡയറക്ഷൻ ഓഫ് മോഷൻ. സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ദ ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ ഈസ് ആക്ടിങ് ടുവേർഡ്സ് ദാറ്റ് ബോയ്. ഫ്രിക്ഷൻ ഈസ് എ ഫോഴ്സ് വിച്ച് ഈസ് ട്രൈയിങ് ടു റെസിസ്റ്റ് ദ മോഷൻ ഓഫ് എൻ ഒബ്ജക്ട് വെൻ ടു ഒബ്ജക്ട്സ് ആർ ഇൻ കോൺടാക്ട് വിത്ത് ഈച്ച് അതർ. എപ്പോഴാണ് ഫ്രിക്ഷൻ ആക്ട് ചെയ്യുന്നത്? ഫ്രിക്ഷൻ എല്ലാ ടൈമും ആക്ട് ചെയ്യില്ല. ഫ്രിക്ഷൻ ആക്ട്സ് വെൻ രണ്ട് ഒബ്ജക്ട്സ് തമ്മിൽ ഒരു കോൺടാക്ട് വരണം ആൻഡ് വൺ ഒബ്ജക്റ്റ് ഈസ് മൂവിങ് ഓവർ ദി അനദർ. അതായത് ഒരു ഒബ്ജക്റ്റിൻ്റെ പുറത്ത് മറ്റൊരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്ന കേസസിലാണ് എന്തുണ്ടാകുന്നത്? ഫ്രിക്ഷൻ ഉണ്ടാകുന്നത്. സോ ആ ഒരു സിറ്റുവേഷനിൽ ദർ ഈസ് എ ഫോഴ്സ് വിച്ച് ഈസ് ട്രൈയിങ് ടു റെസിസ്റ്റ് ദ മോഷൻ. ഒരു ഫോഴ്സ് ആക്ച്വലി ആ മോഷനെ റെസിസ്റ്റ് ചെയ്യാൻ നോക്കും. ആ ഒരു ടൈപ്പ് ഓഫ് ഫോഴ്സിനാണ് നമ്മൾ ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ. സോ ഇനി എങ്ങനെയാണ് ഈ ഫ്രിക്ഷൻ വർക്ക് ചെയ്യുന്നത്, അത് എന്തുകൊണ്ടാണ് ആ ഒരു റെസിസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. സോ ഇവിടെ നിങ്ങൾക്ക് ഒരു ടേബിളും ആ ടേബിളിൻ്റെ പുറത്ത് ഒരു ബുക്ക് വെച്ചേക്കുന്നത് കാണാൻ പറ്റും. സോ യു നോ ദാറ്റ് ടേബിൾ എന്ന് പറയുന്നത്, ടേബിളിൻ്റെ സർഫേസ് എപ്പോഴും മോസ്റ്റ്ലി നമ്മൾ യൂസ് ചെയ്യുന്ന ടേബിൾസ് എല്ലാം സ്മൂത്ത് സർഫേസ് ആണ്. ആൻഡ് ഓൾസോ നമ്മൾ യൂസ് ചെയ്യുന്ന ടെക്സ്റ്റ് ബുക്ക് ആയാലും നമ്മൾ യൂസ് ചെയ്യുന്ന നോട്ട്ബുക്ക് ആയാലും ജനറലി നമ്മൾ പറയും അതൊരു സ്മൂത്ത് സർഫേസ് ആണെന്ന് പറയും, രണ്ട് സർഫേസും സ്മൂത്ത് ആണെന്ന് പറയും. പക്ഷേ നമ്മൾ അതിൻ്റെ ഒരു എൻലാർജ്ഡ് ഇമേജ്, ഒരു മൈക്രോസ്കോപ്പിലൂടെ നമ്മൾ ആ സ്മൂത്ത് സർഫേസിനെ നോക്കിയാൽ നമുക്ക് അതിൻ്റെ ഒരു എൻലാർജ്ഡ് ഇമേജ് കാണാൻ പറ്റും. സോ ഹിയർ വി ഹാവ് എൻ എൻലാർജ്ഡ് ഇമേജ് ഓഫ് എന്താണ്? സർഫേസ് ഓഫ് എ ബുക്കും ഉണ്ട്, സർഫേസ് ഓഫ് ദ ടേബിളും ഉണ്ട്. സോ ഈവൻ ദോ നമുക്ക് ഈ രണ്ട് ഒബ്ജക്ട്സും സ്മൂത്ത് ആണെങ്കിലും നമ്മൾ അതിനെ എൻലാർജ് ചെയ്ത് നോക്കിയപ്പോൾ നമുക്ക് കാണാൻ പറ്റി there are some form of irregularities അല്ലേ. നോട്ട് എവറി ഒബ്ജക്റ്റ് ഈസ് വെരി സ്മൂത്ത്, സോ there are some form of irregularities. സോ ഈ മോഡിൽ കാണിച്ചേക്കുന്ന ദിസ് ഈസ് ആക്ച്വലി ബുക്ക് ആൻഡ് ദിസ് ഈസ് ദ സർഫേസ് ഓഫ് ടേബിൾ. സോ ഈ ഒരു പോയിന്റ് ആണ് എന്ത്? പോയിന്റ് ഓഫ് കോണ്ടാക്ട് എന്ന് പറയുന്നത്. സോ പോയിന്റ് ഓഫ് കോണ്ടാക്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഡിഫറെൻറ്റ് ഇറഗുലാരിറ്റീസ് ഉണ്ട്. സോ ഫ്രിക്ഷൻ എങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത്? ഈ ഇറഗുലാരിറ്റീസ് ആക്ച്വലി ഈ ഒരു പർട്ടിക്കുലർ ലൊക്കേഷൻ നിങ്ങൾ നോക്കിയാൽ ശ്രദ്ധിച്ചറിയാൻ പറ്റും. ഈ ഇറഗുലാരിറ്റീസ് എല്ലാം എന്താണ്? ഒരു ഇൻ്റർലോക്ക് സംഭവിച്ചിട്ടുണ്ട് ഇവിടെ. ഇറഗുലാരിറ്റീസ് ആർ ഗെറ്റിംഗ് ഇൻ്റർലോക്ക്. സോ ആ ഇൻ്റർലോക്ക് കാരണമാണ് എന്ത്? ആ മൂവ്മെൻറ്റിന് ഒരു റെസിസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. സോ ഇഫ് യു സേ അനദർ എക്സാമ്പിൾ, നമ്മൾ ഒരു റഫ് സർഫേസ് എടുത്താൽ റഫ് സർഫേസിൻ്റെ എൻലാർജ്ഡ് ഇമേജ് നമ്മൾ എടുത്തു വയ്ക്കുക, ദർ വിൽ ബി മോർ നമ്പർ ഓഫ് ഇറഗുലാരിറ്റീസ്. സോ റഫ് സർഫേസിന് എന്താണ്? കൂടുതൽ നമ്പർ ഓഫ് ഇറഗുലാരിറ്റീസ് ഉണ്ടായിരിക്കും. സോ ഒരു സർഫേസ് റഫ് ആവും തോറും ഇറഗുലാരിറ്റീസിൻ്റെ അളവ് കൂടിക്കൊണ്ടിരിക്കും. സോ കൂടുതൽ റഫായിട്ടുള്ള സർഫേസ് നമ്മൾ എൻലാർജ് ചെയ്ത് നോക്കിയാൽ വി ക്യാൻ സീ മോർ നമ്പർ ഓഫ് ഇറഗുലാരിറ്റീസ്. സോ രണ്ട് റഫായിട്ടുള്ള സർഫേസ് കോണ്ടാക്റ്റിൽ വരുമ്പോൾ ഈ കൂടുതൽ ഇറഗുലാരിറ്റീസ് ഉള്ളത് കൊണ്ട് തന്നെ കൂടുതൽ ഇൻ്റർലോക്കിങ്ങിനുള്ള ചാൻസസ് കൂടുതലാണ്. സോ അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കും? ഫ്രിക്ഷൻ വിൽ ബി മോർ. അതായത് ആ റെസിസ്റ്റൻസ് ടു മോഷൻ, അതായത് മോഷൻ നീങ്ങാനുള്ളൊരു ഈസിനെസ് ഭയങ്കര ഡിഫിക്കൽട്ടായി മാറും. സോ ദാറ്റ് ക്രിയേറ്റ്സ് മോർ ഫ്രിക്ഷൻ. So friction is nothing but the interlocking of irregularities between two surfaces. Okay. So ഇതുകൊണ്ടാണ് ഫ്രിക്ഷൻ ഉണ്ടാവുന്നത്. സോ ഇഫ് മോർ സ്മൂത്തർ ദ സർഫേസ്, ഒരു സർഫേസ് കൂടുതൽ സ്മൂത്ത് ആവും തോറും ആ ഇറഗുലാരിറ്റീസിൻ്റെ അളവ് കുറയും. മേ ബി ഇറഗുലാരിറ്റീസ് കുറച്ചും കൂടി സ്മൂത്ത് ആവും.
സോ ഇറ്റ് വിൽ ബി ഈസിയർ ഫോർ ദ ഇറഗുലാരിറ്റീസ്. ആ ഇൻ്റർലോക്കിംഗ് ഓവർകം ചെയ്യാനായിട്ട് നമുക്ക് ഈസിയർ ആയിരിക്കും. സോ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ്, അതായത് ആ ഇറഗുലാരിറ്റീസിനെ ഓവർകം ചെയ്യാൻ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് നമുക്ക് കുറയ്ക്കാൻ പറ്റും. ഓക്കെ, സോ നമുക്ക് ഈ കാണിച്ച കേസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് നമ്മുടെ ഫ്രിക്ഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, ഫ്രിക്ഷൻ ഏതൊക്കെ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ് ചെയ്യും. സോ ഫ്രിക്ഷൻ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? ഫ്രിക്ഷണൽ ഫോഴ്സ് ഈസ് മെയിൻലി ഡിപ്പെൻഡിങ് ഓൺ ടു ഫാക്ടേഴ്സ്. ഏതൊക്കെയാണ്? ഫസ്റ്റ് ഈസ് നേച്ചർ ഓഫ് ദ ടു സർഫസ്. അതായത് നമ്മളിപ്പോൾ എടുത്തേക്കുന്ന ഈ സർഫസിൻ്റെ നേച്ചർ, വെദർ ദ സർഫസ് ഈസ് ടു സ്മൂത്ത് ഓർ വെദർ ദ സർഫസ് ഈസ് ടു റഫ്. സോ നേച്ചർ ഓഫ് ദ സർഫസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ആൻഡ് ഓൾസോ ദ ഫോഴ്സ് ആക്ടിങ് ഓൺ ദ സർഫേസസ്. അതായത് നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ സർഫസ് ആക്ച്വലി കൂടുതൽ ഇറഗുലർ ആണെന്നുണ്ടെങ്കിൽ വി ഹാവ് ടു എക്സേർട്ട് മോർ ഫോഴ്സ്, അല്ലേ? കൂടുതൽ റഫർ സർഫേസ് ആകുമ്പോൾ ഇറഗുലാരിറ്റീസ് കൂടുതലായിരിക്കും. സോ ഇന്റർലോക്കിംഗ് വിൽ ബി മോർ. സോ വി ഹാവ് ടു എക്സേർട്ട് മോർ ഫോഴ്സ് എന്താണ്? ഇൻ ഓർഡർ ടു ഓവർകം ദാറ്റ് ഇറഗുലാരിറ്റി. ഓക്കെ, so that is the second part. So force acting on the surface and the nature of surface are two factors which affects the friction. Okay, so I have a question for you. Is friction inevitable? Friction നമുക്ക് നമ്മുടെ ഡെയിലി ലൈഫിൽ നിന്നോ അല്ലെങ്കിൽ ഡെയിലി റൊട്ടീൻസ് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റുമോ? ഫ്രിക്ഷൻ ഈസ് ആക്ച്വലി അൺഅവോയ്ഡബിൾ. നമുക്ക് ഫ്രിക്ഷൻ കൊണ്ട് ഒരുപാട് യൂസസും ഉണ്ട്, ഫ്രിക്ഷൻ കൊണ്ട് ഒരുപാട് ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. സോ ലെറ്റ് us say that some example നമുക്ക് കൺസിഡർ ചെയ്യാം. വി ആർ ഏബിൾ ടു വാക്ക് ഓർ വി ആർ ഏബിൾ ടു റൺ ബിക്കോസ് ഓഫ് ഫ്രിക്ഷൻ. ഫ്രിക്ഷൻ ഉള്ളതുകൊണ്ടാണ് എന്ത് നമുക്ക് നടക്കാനും ഓടാനും കഴിയുന്നത്. ഓർ നോട്ട് ജസ്റ്റ് അസ്, എല്ലാ കാര്യങ്ങൾക്കും, അതായത് എല്ലാ ടൈപ്പ് ഓഫ് മോഷനെയും അസിസ്റ്റ് ചെയ്യുന്ന ഫ്രിക്ഷനാണ്. ഫ്രിക്ഷൻ ഇല്ലാന്നുണ്ടെങ്കിൽ വി കനോട്ട് വാക്ക് ഓർ വി കനോട്ട് റൺ. ഓർ ഈവൻ വെഹിക്കിൾസിൻ്റെ ടയേഴ്സിൽ പോലും ഫ്രിക്ഷൻ ഇല്ലാന്നുണ്ടെങ്കിൽ ടയേഴ്സ് വി കനോട്ട് മൂവ് ആക്ച്വലി. സോ ദാറ്റ് ഈസ് ആൻ അഡ്വാൻറ്റേജ് ഓഫ് ഫ്രിക്ഷൻ. ആൻഡ് ഓൾസോ സിമിലർലി നമ്മൾ ഫയർ ക്രിയേറ്റ് ചെയ്ത ഹിസ്റ്ററി ഓർക്കുന്നുണ്ടോ? ലൈക്ക് ഫയർ എങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളത്? ആക്ച്വലി റബ്ഡ് 2 stones ആൻഡ് ദെൻ ആ റബ്ബിങ് ആക്ഷൻ കാരണമാണ് ഫയർ ഉണ്ടാക്കുന്നത്. സോ റബ്ബിങ് ആക്ഷൻ കാരണം ഫയർ ഉണ്ടാകുന്നതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ഫ്രിക്ഷൻ ബിറ്റ്വീൻ 2 stones കാരണമാണ് ആ ഫയർ ക്രിയേറ്റ് ചെയ്യപ്പെട്ടത്. സോ ഫ്രിക്ഷൻ ഈസ് യൂസ്ഫുൾ ഇൻ ദാറ്റ് വേ ഓൾസോ. ഈവൻ നമ്മൾ ആ ആപ്ലിക്കേഷനാണ് ഇന്ന് യൂസ് ചെയ്യുന്നത്. ദ റബ്ബിങ് ആക്ഷൻ ക്രിയേറ്റ്സ് ഹീറ്റ് ആൻഡ് ഇറ്റ് പ്രൊഡ്യൂസസ് ഫയർ. വി യൂസസ് മാച്ച് ബോക്സ്. സോ മാച്ച് ബോക്സിൽ നമ്മൾ എങ്ങനെയാണ് വി ആക്ച്വലി റബ്ബ് ഇറ്റ്, അല്ലേ? സോ റബ്ബ് ചെയ്യുമ്പോൾ എന്താ, ആ റബ്ബിങ് കാരണം വി ക്രിയേറ്റ് എ ഫ്രിക്ഷൻ ക്രിയേറ്റ്സ് ഹീറ്റ് ആൻഡ് ദാറ്റ് ഈസ് വൈ ഫയർ ഈസ് ബീങ് ക്രിയേറ്റഡ്. സോ ദർ ആർ മെനി കേസസ് വെയർ ഫ്രിക്ഷൻ ഈസ് വെരി മച്ച് നീഡഡ്. ഇപ്പോൾ നമുക്കൊരു എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് നമുക്ക് ഗ്രിപ്പ് ചെയ്യണമെങ്കിൽ ദർ ഷുഡ് ബി ഫ്രിക്ഷൻ ബിറ്റ്വീൻ ഹാൻഡ് ആൻഡ് ദാറ്റ് ഒബ്ജക്റ്റ്. ഇപ്പോൾ ഫ്രിക്ഷൻ ഇല്ല, സേ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മുടെ കയ്യിൽ ആക്ച്വലി നമ്മൾ ഓയിലോ അല്ലെങ്കിൽ മേ ബി സോപ്പ് എന്തെങ്കിലും നമ്മുടെ കയ്യിലുണ്ട് ആൻഡ് വി ആർ ട്രൈങ് ടു ഹോൾഡ് ആൻ ഒബ്ജക്റ്റ്. സോ ഈസിലി സ്ലിപ്പ് ആവില്ലേ? സോ സോപ്പ് ആഡ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഫ്രിക്ഷൻ കുറയും. ഫ്രിക്ഷൻ കുറയുന്നതുകൊണ്ട് തന്നെ നമുക്ക് സോപ്പ് അല്ലെങ്കിൽ ഒരു വെറ്റായിട്ടുള്ള ഹാൻഡ് വെച്ചിട്ട് നമുക്കൊരു ഒബ്ജക്റ്റിനെ ഈസിലി ഗ്രിപ്പ് ചെയ്യാൻ പറ്റില്ല. സോ ദാറ്റ് ഈസ് അനദർ എക്സാമ്പിൾ ഓഫ് ഫ്രിക്ഷൻ ആൻഡ് ഹോൾഡിങ് ആൻഡ് ഗ്രിപ്പിംഗ് ഒബ്ജക്ട്സ്. ആൻഡ് ഓൾസോ ഫ്രിക്ഷനെ കൊണ്ട് നോട്ട് ജസ്റ്റ് അഡ്വാൻറ്റേജസ്, നമുക്ക് ഫ്രിക്ഷൻ കാരണം പല ഡിസഡ്വാൻറ്റേജസ് ഉണ്ടാകുന്നുണ്ട്. അതിനൊരു എക്സാമ്പിളാണ് മെഷീൻസിൽ ആക്ച്വലി വെയർ ആൻഡ് ടിയർ ഉണ്ടാകുന്നുണ്ട്. അതായത് ഫ്രിക്ഷൻ ഹീറ്റ് ജനറേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ റബ്ബിങ് ബിറ്റ്വീൻ 2 objects ആണ്. സോ ഇഫ് 2 objects ആർ ഇൻ കോണ്ടാക്ട് ആൻഡ് അവർ രണ്ടുപേരും തമ്മിലുള്ള ഒരു മോഷൻ കാരണം ദ റബ്ബിങ് ആക്ഷൻ നടക്കുന്നുണ്ട്. ആ റബ്ബിങ് ആക്ഷൻ കാരണം എന്താ സംഭവിക്കുന്നത്? വെയർ ആൻഡ് ടയർ, അതായത് മെഷീൻസ് കുറേ നാൾ കഴിയുമ്പോൾ എന്താണ് മെഷീൻസിൻ്റെ പാർട്സിൽ വെയർ ആൻഡ് ടയർ ഉണ്ടാകുന്നുണ്ട്. അതിൻ്റെ ഒരു റീസൺ ഫ്രിക്ഷനാണ്. സോ അങ്ങനെ വെയർ ആൻഡ് ടയർ ഉണ്ടാകുന്നത് ഇറ്റ്സ് നോട്ട് ആൻ അഡ്വാൻറ്റേജ്, ഇറ്റ്സ് എ ഡിസഡ്വാൻറ്റേജ് ഓഫ് ഫ്രിക്ഷൻ. ഈവൻ നമ്മുടെ ഷൂസ്, നമ്മൾ ഫ്രഷ്ലി വാങ്ങുന്ന ഒരു ഷൂസും നമ്മൾ ഒരുപാട് നാളെ യൂസ് ചെയ്ത ഷൂസിൻ്റെ സോൾസ് നമ്മൾ ചെക്ക് ചെയ്താൽ നമുക്ക് അറിയാൻ പറ്റും. ഫ്രഷ്ലി വാങ്ങിയ ഷൂസിന് ആക്ച്വലി എന്താണ് ഒരുപാട് നല്ല ത്രെഡ്സ് ആൻഡ് ത്രെഡഡ് ആയിരിക്കും, നല്ല സോൾ ഉണ്ടായിരിക്കും. ആൻഡ് നമ്മളത് യൂസ് ചെയ്ത് ഫ്രീക്വൻറ്റ് യൂസ് കാരണം നമ്മൾ നോർമലി ജനറൽ ടേംസിൽ നമ്മൾ പറയാനുണ്ട് നമ്മുടെ ഷൂസ് തേഞ്ഞു പോയെന്ന്. സോ ദാറ്റ് ഈസ് എ ഡിസഡ്വാൻറ്റേജ് ഓഫ് ഫ്രിക്ഷൻ. അങ്ങനെ സംഭവിക്കുമ്പോൾ, അതായത് ഫ്രിക്ഷൻ കാരണം നമ്മുടെ ഈ സോളിൻ്റെ ഭാഗം തേഞ്ഞു പോകുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നമ്മുടെ ഗ്രിപ്പിംഗ് ആക്ച്വലി പാടാവും. സോ ദർ ഈസ് എ ചാൻസ് ദാറ്റ് വി മൈറ്റ് സ്ലിപ്പ് മോർ ഓഫൻ. നമുക്ക് ആക്ച്വലി ഈവൻ നമ്മുടെ നീഡ്സിനനുസരിച്ച് നമുക്ക് ഫ്രിക്ഷൻ കുറയ്ക്കാനും പറ്റും, കൂട്ടാനും പറ്റും. സോ വി ക്യാൻ ആക്ച്വലി ദർ ആർ സിറ്റുവേഷൻ വെയർ വി ക്യാൻ ഇൻക്രീസ് ദ ഫ്രിക്ഷൻ ഓർ റെഡ്യൂസ് ദ ഫ്രിക്ഷൻ ബിറ്റ്വീൻ 2 objects. 2 objects തമ്മിലുള്ള ഫ്രിക്ഷൻ നമ്മുടെ കൺവീനിയൻസിനനുസരിച്ച് നമുക്ക് കുറയ്ക്കാനും കൂട്ടാനും പറ്റും. സോ ദാറ്റ് വി ആക്ച്വലി മേക്ക് ഇറ്റ് ഇൻ ടു ആപ്ലിക്കേഷൻ. സോ ഇവിടെ 2 സിനാരിയോസ് നമ്മൾ കാണിച്ചിട്ടുണ്ട്. സോ ഇവിടുത്തെ 2 സിനാരിയോ, ഫസ്റ്റ് സിനാരിയോ ത്രെഡ്, ഒരു ഫ്രഷ് ടയറാണ് കാണിച്ചിരിക്കുന്നത്. സോ ഫ്രഷ് ടയറിൽ നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും there are different threads on the tire. Okay, so എന്തിനാണ് ഈ ത്രെഡ് കൊടുത്തേക്കുന്നത്? സോ ത്രെഡ്സ് ആർ ഗീവൺ ഇൻ ടയേഴ്സ് ടു ഇൻക്രീസ് ദ ഫ്രിക്ഷൻ. സോ ഇവിടെ ആക്ച്വലി വി ആർ ഇൻക്രീസിങ് ദ ഫ്രിക്ഷൻ. ഓക്കെ, സോ ഈ ത്രെഡ്സ് ഉള്ളതുകൊണ്ട് തന്നെ ടയറിൻ്റെ ഗ്രിപ്പ് ആക്ച്വലി കൂടുതലായിരിക്കും. സോ നമ്മൾ യൂസ് ചെയ്യും തോറും എന്ത് സംഭവിക്കും? ടയേഴ്സ് ആക്ച്വലി റോഡിലൂടെ മൂവ് ചെയ്ത് ഈ ത്രെഡ്സ് ആക്ച്വലി വിയർ ഔട്ട് ചെയ്യാൻ തുടങ്ങും. സോ വിയർ ഔട്ട് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഗ്രിപ്പ് ഡിക്രീസ് ചെയ്യും. സോ ദാറ്റ് വി ഹാവ് ടു ചേഞ്ച് ദ ടയർ. ആ ടൈമിലാണ് നമ്മൾ ടയർ മാറ്റിയിട്ട് പുതിയ ടയർ ഇടുന്നത്.
സോ ഗിവിംഗ് ത്രെഡ്സ് ടു ടയേഴ്സ് ആർ ആൻ എക്സാമ്പിൾ ഓഫ് ഇൻക്രീസിങ് ദ ഫ്രിക്ഷൻ. ഓക്കെ, നെക്സ്റ്റ് കേസ് നമ്മൾ എടുത്ത് നോക്കിയാൽ നമുക്കറിയാൻ പറ്റും. ഇത് ആക്ച്വലി നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും, ലൈക്ക് ഒളിമ്പിക്സിലൊക്കെ കോമ്പറ്റീഷന് പോകുമ്പോൾ വെയിറ്റ് ലിഫ്റ്റേഴ്സ് ആയാലും ജിംനാസ്റ്റിനൊക്കെ പോകുന്നവർ, അവർ കോമ്പറ്റീഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ അല്ലെങ്കിൽ അവർ ആ വെയിറ്റ് ലിഫ്റ്റ് ചെയ്യുന്നതിന് മുന്നേ ഒരു ഫൈൻ പൗഡർ, ഒരു പൗഡർ പോലത്തെ ഒരു ഒബ്ജക്റ്റ് അവരുടെ കയ്യിൽ അപ്ലൈ ചെയ്യുന്നത് കണ്ടിട്ടുണ്ടായിരിക്കും. ഈ പൗഡർ ആക്ച്വലി യൂസ് ചെയ്യുന്നത് അവരുടെ ഗ്രിപ്പ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇറ്റ്സ് നോട്ട് ടു ഇൻക്രീസ് ദ സ്മൂത്ത്നെസ്, ബട്ട് ആ ഫ്രിക്ഷൻ കൂടാൻ വേണ്ടി, അതായത് നമ്മൾ ആ ഒബ്ജക്റ്റിനെ പിടിക്കുമ്പോൾ നമുക്ക് ഗ്രിപ്പ് കൂടാൻ വേണ്ടിയിട്ടാണ് ഇവർ ഈ പൗഡർ യൂസ് ചെയ്യുന്നത്. സോ ദിസ് ഈസ് ഓൾസോ എ കേസ് വെയർ വി ക്യാൻ ഇൻക്രീസ് ഫ്രിക്ഷൻ. ഇത് നമ്മൾ ആക്ച്വലി ഈ ഒരു സിറ്റുവേഷൻ ആക്ച്വലി നമ്മൾ മേ ബി ചെയ്തിട്ടുണ്ട്. ഐ ഡോണ്ട് നോ വെദർ യു ഹാവ് ഡൺ ഇറ്റ്. ഐ ഹാവ് ഡൺ ദിസ് ഇൻ മൈ ചൈൽഡ്ഹുഡ്. അതായത് നമ്മൾ ക്രിക്കറ്റൊക്കെ കളിക്കുമ്പോൾ നമ്മൾ ഒരു ബാറ്റ് ആയിരിക്കും ഉള്ളത്. സോ ഒരു ബാറ്റ് ആയിരിക്കും എല്ലാവരും യൂസ് ചെയ്യുന്നത്. സോ നമ്മുടെ കയ്യിലെ സ്വെറ്റ് കാരണം ആ ഹാൻഡിൽ ആക്ച്വലി ഭയങ്കര സ്ലിപ്പർ ചെയ്ത് തുടങ്ങും. സോ വാട്ട് വി ഡു, നമ്മൾ ഫ്രിക്ഷൻ കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ആക്ച്വലി വി വിൽ റബ്ബ് അവർ പാംസ് ഓൺ ദ ഫീറ്റ്. നമ്മൾ മണ്ണിൽ ജസ്റ്റ് റബ്ബ് ചെയ്തിട്ട് നമ്മൾ വി വിൽ ഗ്രിപ്പ് ദ ബാറ്റ്. സോ ആ ഫ്രിക്ഷൻ കൂടിയിട്ട് നമുക്ക് വി ക്യാൻ ഈസിലി ഗ്രിപ്പ് ദ ബാറ്റ് മോർ efficiently. So this is one example where we actually increase the friction. Okay, so ഇനി അടുത്ത കേസ് നമ്മൾ ഡെലിബറേറ്റ്ലി, അതായത് നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഫ്രിക്ഷൻ റെഡ്യൂസ് ചെയ്യുന്ന കേസസ് ഉണ്ട്. സോ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും, everyone has played caroms അല്ലേ. സോ നമ്മൾ ക്യാരം ബോർഡ് ആക്ച്വലി വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു സർഫസ് ആണ്. ബട്ട് സ്റ്റിൽ വി ആഡ് സം പൗഡർ ഇൻ ഇറ്റ്. എന്തിനാണ് ആ പൗഡർ ആഡ് ചെയ്യുന്നത്? സോ ദാറ്റ് അവിടുത്തെ ഫ്രിക്ഷൻ റെഡ്യൂസ് ചെയ്തിട്ട് ആ ക്യാരംസ് ആക്ച്വലി ഈസിലി മൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പൗഡർ ആഡ് ചെയ്യുന്നത്. So this is a case where we use to reduce friction. ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്? We are adding some powder into the carom board so that the friction is reduced. അതേപോലെ തന്നെ നമ്മൾ ട്രോളി ബാഗ്സ് നമ്മളെല്ലാവരും ട്രാവലൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ഇൻസ്റ്റെഡ് ഓഫ് ദിസ് ട്രോളി ബാഗ്സിൽ ഈ റോളേഴ്സിന് പകരം ജസ്റ്റ് ഈ റോളേഴ്സ് അവോയ്ഡ് ചെയ്താൽ എന്താ ഇഷ്യൂ? റോളേഴ്സ് അവോയ്ഡ് ചെയ്താൽ ആക്ച്വലി ഫ്രിക്ഷൻ കൂടും. ലൈക്ക് ഫ്രിക്ഷൻ നമുക്ക് ഡ്രാഗ് ചെയ്ത് കൊണ്ടുപോകേണ്ടി വരും. ഈ ഒരു വലിയ ബാഗ് നമുക്ക് ഡ്രാഗ് ചെയ്ത് കൊണ്ടുപോകേണ്ടി വരും. സോ ഡ്രാഗിങ്ങിനേക്കാളും എഫിഷ്യൻ്റ് അല്ലെങ്കിൽ ഡ്രാഗിങ്ങിനേക്കാളും ഈസിയർ ആയിട്ടുള്ളൊരു പ്രോസസ്സ് എന്ന് പറയുന്നത് റോളിംഗ് ആണ്. സോ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഇവിടെ എന്താ ചെയ്യുന്നത്? ഇവിടെ റോളേഴ്സ് ആഡ് ചെയ്യുന്നത് കൊണ്ട് എന്താ സംഭവിക്കുന്നത്? ഇവിടെ ഫ്രിക്ഷൻ ഈസ് ആക്ച്വലി റെഡ്യൂസിങ് അല്ലേ. ഇവിടെ ഫ്രിക്ഷൻ ഈസ് ആക്ച്വലി റെഡ്യൂസിങ് ഫ്രിക്ഷൻ. അതെങ്ങനെയാണ് റെഡ്യൂസ് ചെയ്യുന്നത്? വി ആർ ആക്ച്വലി ആഡിങ് റോളേഴ്സ് ഇൻ ടു ഇറ്റ്. സോ ഇവിടെ നിങ്ങൾക്ക് രണ്ട് ടൈപ്പ് ഓഫ് ഫ്രിക്ഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ സംഭവിക്കുന്നത് ഇവിടെ ആക്ച്വലി ക്യാരം ബോർഡിൻ്റെ പുറത്ത് ആ ക്യാരംസ്, ആ കോയിൻസ് എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത്? കോയിൻസ് ആർ സ്ലൈഡിങ് അവേ അല്ലേ. സോ ഇവിടെ അതായത് ഇപ്പോൾ ഒരു ഒബ്ജക്റ്റിൻ്റെ പുറത്ത് മറ്റൊരു ഒബ്ജക്റ്റ് സ്ലൈഡ് ചെയ്യുകയാണെങ്കിൽ ആ ടൈപ്പ് ഓഫ് ഫ്രിക്ഷൻ നമ്മൾ പറയുന്നതാണ് സ്ലൈഡിങ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. സോ ദിസ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ സ്ലൈഡിങ് ഫ്രിക്ഷൻ. സ്ലൈഡിങ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത് ആക്ച്വലി കുറച്ച് കൂടുതലാണ്. ലൈക്ക് ഇപ്പം നമ്മൾ ഒരു ഒബ്ജക്റ്റിനെ നമ്മൾ സ്ലൈഡ് ചെയ്യിപ്പിക്കണം, അല്ലെങ്കിൽ വി ആർ ഡ്രാഗിങ് ആൻ ഒബ്ജക്റ്റ്, നമുക്ക് കുറച്ചും കൂടെ ഒരു എഫേർട്ട് ഇടണം, അല്ലെങ്കിൽ കുറച്ചും കൂടെ എനർജി ഉണ്ടെങ്കിലേ നമുക്കൊരു ഒബ്ജക്റ്റിനെ സ്ലൈഡ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അതേസമയം ഇവിടെ സംഭവിക്കുന്നത് എന്താ? ഇവിടെ ആക്ച്വലി ഈ റോളേഴ്സും ഗ്രൗണ്ടും തമ്മിൽ കോണ്ടാക്ട് ഉണ്ട് അല്ലേ. സോ ഈ റോളേഴ്സ് എന്താ ചെയ്യുന്നത്? റോളേഴ്സ് ആക്ച്വലി ആർ റോളിങ് ഓവർ ദ ഗ്രൗണ്ട് ഓർ റോളിങ് ഓവർ ദ ഫ്ലോർ. സോ ഇവിടെ ഉണ്ടാകുന്ന ഫ്രിക്ഷൻ, ഇവിടെ ഉണ്ടാകുന്ന ടൈപ്പ് ഓഫ് ഫ്രിക്ഷൻ നമ്മൾ പറയുന്നതാണ് റോളിംഗ് ഫ്രിക്ഷൻ. സോ റോളിംഗ് ഫ്രിക്ഷൻ ഈസ് മച്ച് ലെസ്സർ ദാൻ സ്ലൈഡിങ് ഫ്രിക്ഷൻ. ഓക്കെ, സോ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഫ്രിക്ഷൻ നമുക്ക് നമ്മുടെ കൺവീനിയൻസിനനുസരിച്ച് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇഫ് ദർ ഈസ് എ സ്ലൈഡിങ് ഒബ്ജക്ട്സ്, അതായത് രണ്ട് ഒബ്ജക്ട്സ് അല്ലെങ്കിൽ ഒരു മെഷീൻ പാർട്ടിൽ സ്ലൈഡിങ് ഒബ്ജക്ട്സ് ഉണ്ടെങ്കിൽ വി വിൽ ട്രൈ ടു മേക്ക് ഇറ്റ് ഇൻ ടു റോളിംഗ് ഒബ്ജക്ട്സ്. അതായത് ഇടയിൽ നമ്മളൊരു ബോൾ ബിയറിങ്ങോ എന്തെങ്കിലും ഒരു റോളേഴ്സ് ആഡ് ചെയ്തിട്ട് വി വിൽ ട്രൈ ടു മേക്ക് ഇറ്റ് ആസ് എ റോളിംഗ് ഒബ്ജക്ട്സ്. സോ എന്ത് സംഭവിക്കും? റോളിംഗ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത് എപ്പോഴും സ്ലൈഡിങ് ഫ്രിക്ഷനേക്കാളും കുറവാണ്. സോ അവിടെ ഗ്രാജുവലി ഫ്രിക്ഷൻ റെഡ്യൂസ് ചെയ്യും. സോ ദാറ്റ് എഫിഷ്യൻസി വിൽ ബി മോർ, മെഷീൻ്റെ എഫിഷ്യൻസി കൂട്ടാൻ പറ്റും. ഓക്കെ, സോ ദീസ് ആർ ടു സിറ്റുവേഷൻ വെയർ വി ആക്ച്വലി ഡു തിങ്സ് ടു റെഡ്യൂസ് ദ ഫ്രിക്ഷൻ. ഓക്കെ, ഇനി നമുക്ക് അടുത്തൊരു സിറ്റുവേഷൻ നമുക്ക് കൺസിഡർ ചെയ്യാം. ഇത് ആക്ച്വലി മോസ്റ്റ്ലി നിങ്ങൾക്ക് എല്ലാവർക്കും ബൈസൈക്കിൾസ് ഉണ്ടാവും, നിങ്ങൾക്ക് എന്തെങ്കിലും ഫോം ഓഫ് വെഹിക്കിൾസ് ഉണ്ടാവും. സോ ഇവിടെ എന്താ ചെയ്യുന്നത്? നമ്മൾ ആക്ച്വലി ബൈസൈക്കിൾ ചെയിനിൽ വി മൈറ്റ് അപ്ലൈ സം ഓയിൽ ഇൻ ടു ഇറ്റ് അല്ലേ. ഈ ഓയിൽ ആഡ് ചെയ്യുന്നത് എന്തിനാണ്? ഈ ഓയിൽ ആഡ് ചെയ്യുന്ന ഫ്രിക്ഷൻ കൂട്ടാനാണോ ഫ്രിക്ഷൻ കുറയ്ക്കാനാണോ? ദിസ് ഓയിൽ ഈസ് ആഡഡ് ഇൻ ഓർഡർ ടു റെഡ്യൂസ് ദ ഫ്രിക്ഷൻ. അതായത് നമ്മുടെ ബൈസൈക്കിൾ ചെയിൻ ടൈറ്റ് ആകുമ്പോഴോ അല്ലെങ്കിൽ ബൈസൈക്കിൾ ചെയിനിൻ്റെ മൂവ്മെൻറ്റ് ഭയങ്കര ഹാർഡ് ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? വി വിൽ ആഡ് ഓയിൽ സോ ദാറ്റ് എഗെയിൻ ആ മൂവ്മെൻറ്റ് സ്മൂത്ത് ആവും. നോട്ട് ജസ്റ്റ് ഇൻ ബൈസൈക്കിൾ ചെയിൻ, നമ്മൾ ഇതേ സിറ്റുവേഷൻ ബൈസൈക്കിൾ ചെയിനിൽ മാത്രമല്ല, പക്ഷേ ഈവൻ നമ്മുടെ ഡോറിലും അല്ലെങ്കിൽ ഗേറ്റൊക്കെ ഒരുപാട് നാൾ യൂസ് ചെയ്യുമ്പോൾ അത് ആക്ച്വലി എന്താണ്? വെയർ ആൻഡ് ടയർ വന്നിട്ട് ഭയങ്കര ഹാർഡാവും. ഈവൻ ഗേറ്റ് നമുക്ക് തുറക്കാൻ ഭയങ്കര പാടാവുന്ന സിറ്റുവേഷൻ വരും. അപ്പോഴും നമ്മൾ എന്ത് ചെയ്യും? വി വിൽ ട്രൈ ടു ആഡ് സം ഓയിൽ. മേ ബി സംടൈംസ് എന്താ നമ്മുടെ വീട്ടിലുള്ള
എന്തെങ്കിലും ഒരു വെജിറ്റബിൾസ് ഓയിലോ അല്ലെങ്കിൽ കോക്കനട്ട് ഓയിൽ എന്തെങ്കിലും ഓയിൽ വി വിൽ ട്രൈ ടു ആഡ് ഇൻ ടു ഇറ്റ്. അത് ആഡ് ചെയ്യുന്നതിൻ്റെ റീസൺ എന്താ? വി ആർ ആക്ച്വലി ആഡിങ് സംതിങ് എക്സ്റ്റേണൽ ടു ദ സിസ്റ്റം അല്ലേ? ആ രണ്ട് ഒബ്ജക്ട്സിൻ്റെ ഇടയിൽ നമ്മളൊരു എക്സ്റ്റേണലി നമ്മളൊരു ഒബ്ജക്റ്റ് ആഡ് ചെയ്യാണ്, വിച്ച് ഈസ് കോൾഡ് ആസ് എ ലൂബ്രിക്കൻ. സോ ലൂബ്രിക്കൻസ് എന്ന് പറഞ്ഞാൽ എന്താ? സബ്സ്റ്റൻസ് വിച്ച് റെഡ്യൂസസ് ഫ്രിക്ഷൻ ഈസ് കോൾഡ് ആസ് ലൂബ്രിക്കൻ. സോ ലൂബ്രിക്കൻ്റ് എന്ന് പറയുന്നത് നമുക്ക് ഡിഫറെൻറ്റ് ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ദർ ആർ ലിക്വിഡ് ലൂബ്രിക്കൻസ്. നമ്മളിപ്പോൾ ആഡ് ചെയ്യുന്ന എന്താണ് ഓയിൽസ്, വെജിറ്റബിൾസ് ഓയിൽസ് ആയാലും അല്ലെങ്കിൽ കോക്കനട്ട് ഓയിൽ, ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഓയിൽ, നോട്ട് ജസ്റ്റ് ഓയിൽ, ഗ്രീസസ് ആഡ് ചെയ്യും. അതായത് വണ്ടികളുടെ പാർട്ടിലൊക്കെ നമ്മൾ ഗ്രീസ് ആഡ് ചെയ്യും. സോ ദോസ് ആർ എക്സാമ്പിൾസ് ഓഫ് ലിക്വിഡ് ലൂബ്രിക്കൻസ്. സോ നമ്മൾ ലൂബ്രിക്കൻ്റ് ആഡ് ചെയ്യുമ്പോൾ അവിടെ എന്തുകൊണ്ടാണ് ഫ്രിക്ഷൻ റെഡ്യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ആദ്യമേ പറഞ്ഞു, ഫ്രിക്ഷൻ്റെ ഒരു റീസൺ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സർഫസസ് ഹാവ് ഇറഗുലാരിറ്റീസ് അല്ലേ? സോ ആ ഇറഗുലാരിറ്റീസ് കാരണമാണ് ഫ്രിക്ഷൻ ഉണ്ടാകുന്നതെന്ന് പറഞ്ഞു. സോ ലെറ്റ് us say രണ്ട് സർഫസ് നമ്മുടെ കയ്യിലുണ്ട്, സർഫസ് 1 ആൻഡ് സർഫസ് 2. ദിസ് ഈസ് സർഫസ് 1 ആൻഡ് ദിസ് ഈസ് സർഫസ് 2. സോ ഇവരുടെ ഇറഗുലാരിറ്റീസ് കാരണം ഫ്രിക്ഷൻ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. സോ നമ്മൾ ലെറ്റ് us say that we are applying some lubricant into this surface. നമ്മൾ ലൂബ്രിക്കൻ്റ് ആഡ് ചെയ്യുന്നത് എവിടെയാണ്? രണ്ട് ഒബ്ജക്ട്സിൻ്റെ കോൺടാക്ട് പോയിന്റിൻ്റെ ഇടയിലാണ് നമ്മൾ ലൂബ്രിക്കൻസ് ആഡ് ചെയ്യുന്നത്. സോ ഇവിടെ നമ്മൾ ലൂബ്രിക്കൻ്റ് ആഡ് ചെയ്യാണ് ഈ ഒരു രണ്ട് സർഫസിൻ്റെ ഇടയിൽ. സോ ലൂബ്രിക്കൻ്റ്, അതായത് എക്സാമ്പിൾ ആയിട്ട് നമ്മളിപ്പോൾ ഒരു എന്തെങ്കിലും ഫോം ഓഫ് ഓയിൽ ആഡ് ചെയ്യാണ് ലൂബ്രിക്കൻ്റ് ആയിട്ട്. സോ ആ ഓയിൽ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ ഓയിൽ ആക്ച്വലി ഈ ലെയേഴ്സിനകത്ത് കയറും. സോ ലെയേഴ്സിനകത്ത് കയറിയിട്ട് ഒരു പ്രൊട്ടക്റ്റീവ് ഫിലിം പോലെ ആക്ട് ചെയ്യും. സോ അവിടെ എന്താണ്? ആ ഇറഗുലാരിറ്റീസിൻ്റെ ഇടയിലുള്ള ഫ്രിക്ഷൻ ഓട്ടോമാറ്റിക്കലി റെഡ്യൂസ് ആവും. സോ ദിസ് ഈസ് വാട്ട് ലൂബ്രിക്കൻസ് ഡു. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ലൂബ്രിക്കൻസ് ആഡ് ചെയ്യുന്നത് ഇൻ ബിറ്റ്വീൻ ടു ഒബ്ജക്ട്സ്. നോട്ട് ജസ്റ്റ് ലിക്വിഡ് ലൂബ്രിക്കൻ, നമ്മൾ സോളിഡ് ലൂബ്രിക്കൻറ്റും സംടൈംസ് യൂസ് ചെയ്യാറുണ്ട്. ഗ്രാഫൈറ്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് ആൻ എക്സാമ്പിൾ ഓഫ് സോളിഡ് ലൂബ്രിക്കൻ. സോ ഗ്രാഫൈറ്റ് ആക്ച്വലി നമ്മൾ പൗഡേർഡ് ഫോമിൽ നമ്മൾ ഒബ്ജക്ട്സിൻ്റെ കോൺടാക്ട് പോയിന്റിൽ നമ്മൾ ഗ്രാഫൈറ്റ് പൗഡേർഡ് ഫോമിൽ ഇടാറുണ്ട്. സോ ഗ്രാഫൈറ്റ് ഈസ് ഓൾസോ സ്ലിപ്പറി. അതിൻ്റെ ഒരു അറ്റോമിക് സ്ട്രക്ചർ വെച്ചിട്ട് ഗ്രാഫൈറ്റ് ഹാവ് എ സ്ലിപ്പറി പ്രോപ്പർട്ടി. സോ അതും നമ്മൾ എന്താണ്? സോളിഡ് ലൂബ്രിക്കൻ്റ് ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, സോ ലൂബ്രിക്കൻസ് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലായല്ലോ. സോ നെക്സ്റ്റ് ഈസ്, നമ്മളിപ്പോൾ ഇത്ര നേരം പറഞ്ഞ കേസസ് എന്ന് പറയുന്നത് രണ്ട് സോളിഡ് ഒബ്ജക്ട്സ് തമ്മിലുള്ള കോൺടാക്റ്റ് ആണ്. അതായത് ഫ്ലോർ ആൻഡ് റോളേഴ്സ് ഓർ മേ ബി ക്യാരം ബോർഡും കോയിൻസും. സോ എല്ലാ ഒബ്ജക്ട്സും നമ്മൾ ഇത്ര നേരം ഡിഫൈൻ ചെയ്ത എല്ലാം സോളിഡ് ഒബ്ജക്ട്സിൻ്റെ കോൺടാക്റ്റ് ആയിരുന്നു. സോ ഇത്ര നേരം നമ്മൾ ഡിസ്കസ് ചെയ്തത് സോളിഡ് ഒബ്ജക്ട്സിൻ്റെ ഫ്രിക്ഷൻ എങ്ങനെയാണെന്നുള്ളതാണ്. ലൈക്ക് കോൺടാക്ട് ബിറ്റ്വീൻ ടു സോളിഡ് ഒബ്ജക്ട്സ് ആണ് നമ്മൾ ഡിഫൈൻ ചെയ്തത്. ഇപ്പോൾ സോളിഡ് ഒബ്ജക്ട്സിന് മാത്രമാണോ ഫ്രിക്ഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത്? ഫ്രിക്ഷൻ ആക്ച്വലി നോട്ട് ജസ്റ്റ് സോളിഡ് ഒബ്ജക്ട്. ഫ്രിക്ഷൻ്റെ ഫസ്റ്റ് നമ്മൾ എന്താ പറഞ്ഞത്? ഫ്രിക്ഷൻ്റെ ഡെഫിനിഷൻ എന്താ? ഫ്രിക്ഷൻ ഈസ് എ ഫോഴ്സ് ട്രൈയിങ് ടു റെസിസ്റ്റ് ദ മോഷൻ ബിറ്റ്വീൻ ടു ഒബ്ജക്ട്സ് അല്ലേ? സോ ഏതൊരു ഒബ്ജക്റ്റും, നോട്ട് ജസ്റ്റ് സോളിഡ്, ഈവൻ ലിക്വിഡ് ആവാം, ഈവൻ ഗ്യാസസ് ആവാം, വെൻ ടു ഒബ്ജക്ട്സ് കം ഇൻ കോൺടാക്ട്, അവിടെ കോൺടാക്ട് വന്നിട്ട് ആൻഡ് ഇഫ് ദർ ഈസ് റിലേറ്റീവ് മോഷൻ ബിറ്റ്വീൻ ദാറ്റ് ടു ഒബ്ജക്ട്സ്, ആ രണ്ട് ഒബ്ജക്ട്സും തമ്മിൽ റിലേറ്റീവ് മോഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് ദർ വിൽ ബി ഫ്രിക്ഷണൽ ഫോഴ്സ് ആക്ടിങ് ബിറ്റ്വീൻ ദം. സോ നമ്മൾ പഠിക്കുന്ന സെക്കൻഡ് കേസ് ഓഫ് ഫ്രിക്ഷൻ ആണ് ഫ്ലൂയിഡ് ഫ്രിക്ഷൻ. ഫ്ലൂയിഡ് എന്ന് പറയുന്നത് എന്താ? ഫ്ലൂയിഡ് ഈസ് ആക്ച്വലി സംതിങ് വിച്ച് ഫ്ലോസ്. ലിക്വിഡ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് എ ഫ്ലൂയിഡ്, ഗ്യാസസും എക്സാമ്പിൾ ഓഫ് ഫ്ലൂയിഡ് ആണ്. സോ ലിക്വിഡ് ആൻഡ് ഗ്യാസസിനെ നമ്മൾ ജനറലി ടേം ചെയ്യുന്ന പേരാണ് ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. സോ ദർ ആർ ഒബ്ജക്ട്സ്. ഇപ്പോൾ നമ്മൾ കാർ ഓടിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ എക്സാമ്പിൾ കാണാൻ പറ്റും, ഇവിടെ ഒരു സിറ്റുവേഷൻ കാണാൻ പറ്റും. ദിസ് ഈസ് എ സ്പോർട്സ് കാർ. ഓക്കെ, സോ നമ്മൾ കാറിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ജസ്റ്റ് കൈ പുറത്തോട്ടിട്ട് നമുക്ക് വിൻഡ് ഫീൽ ചെയ്യാൻ പറ്റും. സോ യു ക്യാൻ ആക്ച്വലി, നിങ്ങൾക്ക് ആ വിൻഡിൻ്റെ ഡിഫറൻസും ഫീൽ ചെയ്യാൻ പറ്റും. നമ്മൾ സ്പീഡിൽ പോകുമ്പോൾ നമ്മൾ കൈ ആക്ച്വലി വിൻഡിൻ്റെ ഡയറക്ഷന്, ഇപ്പോൾ ദിസ് ഈസ് ദ ഡയറക്ഷൻ ഓഫ് വിൻഡ്, ആൻഡ് കൈ നമ്മൾ ആ വിൻഡിൻ്റെ ഡയറക്ഷന് പാരലായിട്ട് വെക്കുകയാണെങ്കിൽ വി കനോട്ട് ഫീൽ ദാറ്റ് മച്ച്. പക്ഷെ അതേസമയം നമ്മൾ കൈ പതുക്കെ ഇങ്ങനെ പൊക്കാൻ തുടങ്ങി എന്ത് സംഭവിക്കും? വിൻഡ് വിൽ ആക്ച്വലി ട്രൈ ടു അപ്ലൈ എ ഫോഴ്സ് ഓൺ അവർ പാം അല്ലേ? നമ്മുടെ പാമിൽ ഒരു ചെറിയ ഫോഴ്സ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും, ആൻഡ് അവർ പാം വിൽ ഗോ ബാക്ക്. ഓക്കെ, സോ ദാറ്റ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ്, സോ വിൻഡ് കാരണമുള്ള ഫ്രിക്ഷൻ ഒരു എക്സാമ്പിളാണത്. അതായത് ആ നമ്മുടെ കൈയും കോണ്ടാക്റ്റിൽ വരുന്ന എയറും തമ്മിലുള്ള കോണ്ടാക്റ്റ് പോയിന്റിൽ ആ എയർ ഈസ് ട്രൈയിങ് ടു റെസിസ്റ്റ് ദ മോഷൻ. ആ റെസിസ്റ്റ് ദ മോഷൻ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ മൂവ്മെൻറ്റ്, നമ്മുടെ മോഷൻ്റെ ഡയറക്ഷൻ, നമ്മൾ പോകുന്നത് ഇങ്ങോട്ടാണ്. പക്ഷേ എന്താണ്? ഈ വിൻഡ് ഓർ ഈ ഫ്ലൂയിഡ് എയർ അറൗണ്ട് അസ് ഈസ് ട്രൈയിങ് ടു റെസിസ്റ്റ് ആൻഡ് ട്രൈയിങ് ടു പുൾ അസ് ബാക്ക്വേർഡ്സ്. അതായത് അത് നമ്മുടെ മോഷനെ റെസിസ്റ്റ് ചെയ്യാൻ ട്രൈ ചെയ്യാണ്. സോ ദാറ്റ് ഈസ് നോൺ ആസ് ഫ്ലൂയിഡ് ഫ്രിക്ഷൻ. ഫ്ലൂയിഡ് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ദ ഫ്രിക്ഷണൽ ഫോഴ്സ് എക്സേർട്ടഡ് ബൈ ഫ്ലൂയിഡ് ഈസ് കോൾഡ് ആസ് ഡ്രാഗ് എന്നും പറയും. നമ്മൾ ഈ ഫ്ലൂയിഡ് എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സിന് അല്ലെങ്കിൽ ഫ്രിക്ഷണൽ ഫോഴ്സിന് നമ്മൾ ജനറലി ടേൺ ചെയ്യുന്ന ഒരു പേരാണ് ഡ്രാഗ് എന്ന് പറയുന്നത്. ആൻഡ് ഫ്ലൂയിഡ് ഫ്രിക്ഷൻ ഡിപ്പെൻഡ്സ് ഓൺ ദ സ്പീഡ് ഓഫ് ദി ഒബ്ജക്റ്റ്. ഫ്ലൂയിഡ് ഫ്രിക്ഷൻ എന്തിനാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ സ്പീഡ് ഓഫ് ദ ഒബ്ജക്റ്റ്. നമ്മൾ ആ ഫ്ലൂയിഡിൽ കൂടെ അല്ലെങ്കിൽ ആ ഒരു മീഡിയത്തിലേക്ക് കൂടെ ട്രാവൽ ചെയ്യുന്ന ഒബ്ജക്റ്റിൻ്റെ സ്പീഡിനെ ഡിപ്പെൻഡ് ചെയ്യും. ഓക്കെ, ആൻഡ് ഷേപ്പ് ഓഫ് ദ ഒബ്ജക്റ്റ് ആൻഡ് ഓൾസോ നേച്ചർ ഓഫ് ദ ഫ്ലൂയിഡ്. അതായത് നേച്ചർ ഓഫ് ദ ഫ്ലൂയിഡ്, ഇപ്പോൾ എയറിലാണെങ്കിലും വാട്ടറിലാണ്. ഇപ്പം നമ്മൾ സ്വിമ്മിങ് ക്ലാസ്സസിനൊക്കെ പോകുമ്പോൾ പറയാൻ പറ്റും, നമുക്ക് ആക്ച്വലി വാട്ടറിൽ നീന്താൻ ഭയങ്കര പാടാണ്. അതിൻ്റെ റീസൺ എന്താ?
വാട്ടർ ആക്ച്വലി എക്സേർട്ട് മോർ റെസിസ്റ്റൻസ് ടു അവർ മോഷൻ ദാൻ എയർ. ഓക്കെ, അതുപോലെ തന്നെ സ്പീഡ് ഓഫ് ദ ഒബ്ജക്റ്റ്. നമ്മൾ പതുക്കെ ഒരു കാറിൽ ഇപ്പോൾ ഒരു പതുക്കെ ട്രാവൽ ചെയ്യുമ്പോഴും സ്പീഡിൽ ട്രാവൽ ചെയ്യുമ്പോഴും നമുക്ക് ആ എയർ റെസിസ്റ്റൻസ് നമുക്ക് രണ്ട് ഡിഫറെൻറ്റ് രീതിയിലാണ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നത്. സോ സ്പീഡ് കൂടുന്തോറും ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ഫ്ലൂയിഡ് റെസിസ്റ്റൻസ് ആക്ച്വലി കൂടിക്കൊണ്ടിരിക്കും. ആൻഡ് ഓൾസോ ഡിപ്പെൻഡ്സ് ഓൺ ദ ഷേപ്പ് ഓഫ് ദ ഒബ്ജക്റ്റ്. ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഈ ഷേപ്പ് ഓഫ് ദ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ആക്ച്വലി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഫ്ലൂയിഡ് ഫ്രിക്ഷൻ്റെ കേസിൽ. നമ്മുടെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കാർസ് ഉണ്ട് അല്ലേ, SUVs ഉണ്ട്, നോർമൽ ഹാച്ച് ബാക്സ് ഉണ്ട്. ആൻഡ് ഇപ്പം നിങ്ങൾ റേസിംഗ് കാർസിൻ്റെ ഷേപ്പ് നോക്കിയാൽ റേസിംഗ് കാർസിൻ്റെ ഷേപ്പും നമ്മുടെ നോർമൽ കാറിൻ്റെ ഷേപ്പും തമ്മിൽ നല്ല രീതിയിൽ ഡിഫറൻസ് ഉണ്ട്. അതിൻ്റെ റീസൺ എന്തായിരിക്കും? ആക്ച്വലി ആ റേസിംഗ് കാർ ഈസ് ഷേപ്ഡ് ഇൻ സച്ച് എ വേ ദാറ്റ് നമുക്ക് അതിൻ്റെ ഫ്രിക്ഷൻ ആക്ച്വലി ഫ്ലൂയിഡ് റെസിസ്റ്റൻസ് ഓർ ഫ്ലൂയിഡ് ഫ്രിക്ഷൻ നമുക്ക് മാക്സിമം റെഡ്യൂസ് ചെയ്യണം. എന്തിനാണ് റെഡ്യൂസ് ചെയ്യുന്നത്? നമുക്കറിയാം ഫ്രിക്ഷൻ എന്ന് പറയുന്നത് എപ്പോഴും എന്താണ്, നമ്മുടെ മോഷനെ റെസിസ്റ്റ് ചെയ്യാൻ നോക്കുന്നതാണ്. സോ ഫ്രിക്ഷൻ കൂടുന്തോറും നമുക്ക് സ്പീഡിൽ പോകാനുള്ള കപ്പാസിറ്റി ഓർ സ്പീഡിൽ പോകാനുള്ള എബിലിറ്റി കുറഞ്ഞുകൊണ്ടിരിക്കും. സോ റേസിംഗ് കാർസിൻ്റെ ഡിസൈൻ ആർ സച്ച് ദാറ്റ് ആ ഫ്ലൂയിഡ്, അതായത് മൂവ് ചെയ്യുമ്പോൾ എയർ ആക്ച്വലി അങ്ങോട്ട് മൂവ് ചെയ്യുന്നുണ്ടായിരിക്കും. സോ ആ ഫ്ലൂയിഡ് കാരണമുള്ള റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ഫ്രിക്ഷൻ എപ്പോഴും കുറയ്ക്കണം. സോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഡിസൈൻ മോഡിഫിക്കേഷൻസ് വരുത്തുന്നത്. സോ ഷേപ്പ് ഓഫ് ദ ഒബ്ജക്റ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ ടേംസ് ഓഫ് ഫ്ലൂയിഡ് ഫ്രിക്ഷൻ. സോ ഈവൻ നിങ്ങൾക്ക് റിയൽ ലൈഫ്, അത് ആക്ച്വലി അവർ ഷേപ്സ്, അതായത് നമ്മൾ ഈവൻ എറോപ്ലെയിൻ്റെ ഷേപ്പ് എടുത്ത് നോക്കിയാലും റേസിംഗ് കാർസ്, Formula 1 റേസിംഗ് കാർസിൻ്റെ ഷേപ്സ് ഒക്കെ എടുത്ത് നോക്കിയാൽ ദേ ആർ ആക്ച്വലി ഇൻസ്പയർഡ് ഫ്രം നേച്ചർ. ആൻഡ് നമ്മൾ ആ ചേഞ്ച് ഇൻ ഷേപ്പ്, അതായത് നമ്മൾ ഫ്ലൂയിഡ് ഫ്രിക്ഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചേഞ്ച് ഇൻ ഷേപ്പ് വരുത്തുന്ന ഒരു പ്രോസസ്സിനെ നമ്മൾ ജനറലി പറയുന്ന പേരാണ് സ്ട്രീം ലൈനിങ് എന്ന് പറയുന്നത്. സ്ട്രീം ലൈനിങ് ഓഫ് ബോഡീസ്. അതായത് നമ്മൾ എന്തിനാണ് സ്ട്രീം ലൈൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ വി ആക്ച്വലി സ്ട്രീം ലൈൻ in order to reduce the fluid friction between objects. ഈവൻ നമ്മളെ എയ്റോപ്ലെയിൻ്റെ ഒക്കെ സ്ട്രക്ചർ അല്ലെങ്കിൽ എയ്റോപ്ലെയിൻ്റെ ഒക്കെ ഡിസൈൻ എടുത്ത് നോക്കി അറിയാൻ പറ്റും. ഇറ്റ്സ് മോർ ലൈക്ക് ഒന്ന് ഭയങ്കര സ്മൂത്ത് ആയിരിക്കണം, സർഫസസിൽ റഫ്നെസ് ഉണ്ടാവരുത്. റഫ്നെസ് ഉണ്ടാകുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഫ്രിക്ഷൻ പിന്നെയും കൂടും. സോ സ്മൂത്ത് ആയിരിക്കണം. ആൻഡ് എയ്റോപ്ലെയിൻസ് എല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഓൾമോസ്റ്റ് ലൈക്ക് എന്താണ്, ബോഡി ഓഫ് എ ബേർഡ് ആണ്. സോ ദാറ്റ് ഫ്ലൂയിഡ് റെസിസ്റ്റൻസ് വിൽ ബി വെരി ലെസ്. സോ നമുക്ക് കൂടുതൽ സ്പീഡ് അറ്റൈൻ ചെയ്യാൻ പറ്റും. ആൻഡ് ഓൾസോ ഫ്യൂവൽ കൺസപ്ഷൻ കുറയ്ക്കാൻ പറ്റും. ഇപ്പോൾ കൂടുതൽ ഫ്രിക്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഫ്രിക്ഷൻ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൂടുതൽ പവർ അല്ലെങ്കിൽ കൂടുതൽ ഫോഴ്സ് എക്സേർട്ട് ചെയ്യേണ്ടി വരും. സോ കൂടുതൽ ഫോഴ്സ് എക്സേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ, നമുക്ക് കൂടുതൽ ഫ്യൂവൽ ബേൺ ചെയ്യേണ്ടി വരും. സോ നമ്മൾ ഷേപ്പിൽ ഡിഫറൻസ് വരുത്തുമ്പോൾ വി ക്യാൻ ഓൾസോ സേവ് ഫ്യൂവൽ. ഓക്കെ, സോ നമുക്കൊന്നുകൂടെ റീകളക്ട് ചെയ്യാം വാട്ട് വി ഹാവ് ലേൺ സോ ഫാർ. നമ്മൾ ആക്ച്വലി ആദ്യം പറഞ്ഞത് എന്താണ്, ഫ്രിക്ഷൻ എന്താണെന്ന് പറഞ്ഞു. സോ വാട്ട് ഈസ് ഫ്രിക്ഷൻ? ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് നത്തിങ് ബട്ട് ദ റെസിസ്റ്റൻസ് ടു മോഷൻ ബിറ്റ്വീൻ ടു ഒബ്ജക്ട്സ് ഇൻ കോൺടാക്ട്. രണ്ട് ഒബ്ജക്റ്റ് കോൺടാക്റ്റിൽ വരുമ്പോൾ ആൻഡ് ഇഫ് ദേ ആർ ഹാവിങ് മോഷൻ ഇൻ ബിറ്റ്വീൻ ദം, അവിടെ ഒരു റെസിസ്റ്റൻസ് എന്തായാലും ഉണ്ടാവും. നമ്മൾ ആ മൂവ് ചെയ്യുന്ന ഡയറക്ഷന് ഓപ്പോസിറ്റ് ആയിട്ട് ഒരു റെസിസ്റ്റൻറ്റ് ഫോഴ്സ് ഉണ്ടായിരിക്കും. ആ ഫോഴ്സിനെയാണ് നമ്മൾ ഫ്രിക്ഷൻ എന്ന് പറഞ്ഞത്. പിന്നെ നമ്മൾ എന്താ പഠിച്ചത്? ഫ്രിക്ഷൻ്റെ ഫാക്ടേഴ്സ്, എന്തിനെ ഡിപ്പെൻഡ് ചെയ്യും, എന്തുകൊണ്ടാണ് ഫ്രിക്ഷൻ ഉണ്ടായെന്ന് നമ്മൾ പഠിച്ചു. ലൈക്ക് നമ്മളൊരു സ്മൂത്ത് സർഫസിനെ നമ്മൾ എൻലാർജ് ചെയ്ത് നോക്കിയാൽ വി ക്യാൻ സീ ഇറഗുലാരിറ്റീസ്. ആ ഇറഗുലാരിറ്റീസിൻ്റെ ഇൻ്റർലോക്കിംഗ് കാരണമാണ് എന്ത്, ഫ്രിക്ഷൻ ഉണ്ടാവുന്നത്. ആൻഡ് ദെൻ നമ്മൾ പഠിച്ചത് എന്താണ്, ഫ്ലൂയിഡിലുള്ള ഫ്രിക്ഷൻ, നോട്ട് ജസ്റ്റ് ഇൻ സോളിഡ്. ഫ്രിക്ഷൻ ഓൾസോ ഹാപ്പൻസ് ഇൻ ഫ്ലൂയിഡ് ഓൾസോ. സോ ഫ്ലൂയിഡ് ഫ്രിക്ഷൻ എന്താണെന്ന് പഠിച്ചു. ആൻഡ് ഫ്ലൂയിഡ് ഫ്രിക്ഷനെ നമ്മൾ ജനറലി ടേം ചെയ്യുന്ന ഒരു പേരുണ്ട് ഡ്രാഗ് എന്ന് പറഞ്ഞിട്ട്. സോ വി ലേൺഡ് അബൌട്ട് ഫ്ലൂയിഡ് ഫ്രിക്ഷൻ ഓൾസോ. സോ ഹോപ്പ് നമ്മളിന്ന് പഠിച്ച എല്ലാ കോൺസെപ്റ്റും നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സോ ഹോപ്പ് എവറിത്തിങ് ഈസ് അണ്ടർസ്റ്റുഡ് ആൻഡ് വി വിൽ സീ ഇൻ നെക്സ്റ്റ് ക്ലാസ്. താങ്ക് യു. Manorama Horizon. Learning made simple.